ഇതെന്താണെന്ന് മനസ്സിലായോ? മീനാണ് അയില. അയില വെച്ചാണ് തുറക്കട്ടെ. കയ്യിൽ കത്രികൻ്റെ അടുത്ത് തുറക്കാട്ടാ. മത്തിയല്ല, അയിലാണ്. ഇങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളി അയിലൊന്ന് വറ്റിച്ചെടുക്കാട്ടാണ്. നല്ല കുരുമുളക് ഇട്ടിട്ട് സൂപ്പർ ടേസ്റ്റാണ്. നന്നായി വറ്റിച്ചെടുക്കുക. ഇതെങ്ങനെ വെക്കുക നോക്കുക. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ ഇത് നേരാക്കി എടുക്കട്ടെ. മീൻ നേരാക്കും കേട്ടോ. ആകെ 4-5 ഉള്ളൂ. കാര്യമായിട്ട് നേരാക്കാനൊന്നുമില്ല. കത്രീൻ്റെ സൂപ്പറാണ്. ഉള്ളിലത്തെ കള അത് ഞാൻ ഉപ്പിട്ട് കഴുകുമ്പോൾ എടുക്കാം. എൻ്റെ ബാക്കിൽ പൂച്ചയൊന്നുമില്ലല്ലോ. ഞാനുണ്ട്. പൂച്ചയില്ല, അമ്മയുണ്ട്. നേരത്തെ ഒരു പൂച്ചേൻ്റെ അതിൽ നേരാക്കി എടുക്കട്ടെ. നമുക്ക് അയില പറ്റിക്കാനേ ഒരു അരപ്പ് തയ്യാറാക്കണം. ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി, ഒരു വലിയൊരു തക്കാളി, വലിയ തക്കാളി, 2 സ്പൂണ് കുരുമുളക്, മുഴുവൻ കുരുമുളക് കിട്ടാം. ഉണക്ക കുരുമുളക്. ഇത് 3 കൂടി നന്നായി അരച്ചിട്ട് വരാം. നമുക്ക് മീൻ കറി വെക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടാവട്ടെ വെളിച്ചെണ്ണ. ഒരു 1/4 ടീസ്പൂണ് ഉലുവ പൊട്ടട്ടെ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, എല്ലാം ചതച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നു. ഇനി നമുക്ക് കുരുമുളകും തക്കാളിയൊക്കെ ഇട്ട് അരച്ചില്ലേ, ആ അരപ്പിട്ട് കൊടുക്കാം. നമ്മൾ അരപ്പിട്ട് കൊടുത്തു. ഇനി നല്ല പോലെ ഇത് പച്ചമണം പോകണം. നന്നായി പോകണം. എന്താ കളർ കുരുമുളകിട്ട് അയില വറ്റിക്കുക. മത്തി വറ്റിക്കാലോ. മത്തിയും വറ്റിക്കുക. നല്ല പോലെ പോകണം കേട്ടോ. എന്ത് നന്നായി എണ്ണ തെളിഞ്ഞ് വരട്ടെ. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നു. ഇനി കുറച്ച് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നേരത്തെ ഇട്ട് പറഞ്ഞ പൊടികൾ കരിഞ്ഞു, അതുകൊണ്ടാണ്. ഇനി ഒരു 3 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, ഇനി ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളം പൊളിയിട്ടാ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളമല്ലോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. മീൻ വേകണ്ടേ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലപോലെ തിളക്കട്ടെ. നമ്മുടെ ചാറ് നല്ലപോലെ തിളച്ചു. അയില ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ അയിലാണ്, വലുത് വരന്ന് മുറിച്ചിട്ടുണ്ട്.
വറ്റണം. കയ്യിൽ നിന്ന് കഴിയിട്ട് വരട്ടെ, വറ്റി വരട്ടെ. നമ്മുടെ അയില വറ്റി നോക്കാം. ഓ സൂപ്പറായിട്ട് വറ്റിയിട്ടാണ്. ഇനി ഒന്നും കൂടി കുറുകും. തുള്ളി പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. കുറച്ച് മതിട്ടാ. കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കറിവേപ്പില ഇല്ല, കഴിഞ്ഞു. ഇനി ഓഫാക്കുക. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ കുരുമുളക് ഇട്ട് വെച്ച അയിലക്കറി. കണ്ട നല്ല കുറുകി ചാറ് കണ്ട. സൂപ്പർ ടേസ്റ്റാണ്. കയ്പ്പയ്ക്ക നോക്കണം കേട്ടോ. ഉപ്പേരി വെക്കേ ഇന്നലെ നല്ല വില കുറവ് ഇല്ലേട്ടാ. ഇന്നലെ 30 രൂപ കിലോ. നന്നായി ഉപ്പേരി വെച്ചാ സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങൾ കളഞ്ഞാൽ തന്നെ പകുതി കഴിച്ചു പോകും. കേടൊന്നുമില്ല, മൂത്തിട്ടുമില്ല. പ്രാവശ്യം കിട്ടിയത് നല്ല പച്ചക്കറി. കയ്പ്പയ്ക്ക് ഉപ്പേരി വെക്കാട്ടാ. എണ്ണ ചൂടായി. കുറച്ച് കടുക് ഇട്ടു കൊടുക്കും. 2 സവാള നിറയിട്ടല്ലാണ് കഴിക്കാൻ കിട്ടുള്ളൂ. 2 കറിവേപ്പില. കയ്പ്പയ്ക്കായിട്ട് നമ്മൾ ഭയങ്കര ഇഷ്ടം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നാല് കയ്പ്പയ്ക്ക് എടുക്കുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഇട്ട് എന്നിട്ട് നന്നായി ചുരുട്ടി എടുക്കണം. വേഗട്ടെ. കയ്പ്പയ്ക്ക് വന്നോ നോക്കട്ടെ. ഓ അത്രയും വെച്ചിട്ട് വേണ്ട, നല്ല ചുരുണ്ട് വന്നത്. സവാള കൂടുതലുള്ളതുകൊണ്ട് കഴിക്കില്ല കേട്ടോ. ആയി. നല്ല അയിലക്കറി ഇട്ടാണ്, കുരുമുളക് ഇട്ട് വറ്റിച്ചാണ്ടാണ്. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ കയ്പ്പയ്ക്ക് ഉപ്പേരി, ചെറിയൊരു കയ്പ്പുണ്ടെങ്കിൽ ചോറ്. ഞങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ കേട്ടോ. ഉണ്ണിക്ക് ഒരു മോഡൽ എക്സാം ഉണ്ട്. ഊണ് കഴിച്ചിട്ട് നേരത്തെ പോവാണ്. ടൗണിലാണ് കൊണ്ടുവിടാൻ പോവാൻ കേട്ടോ. ചോറിട്ട് പോവാന്. ഇനി വരുമ്പോൾ 6-7 മണിയാവും. അല്ല 5 മണിയാവും വരാൻ. 5 മണി അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 5 മണി പറഞ്ഞാൽ 5 രൂപ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ വെറൈറ്റി. അപ്പം ഇങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും വെക്കും, വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ. സീ യു.